നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഗസയിൽ സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഇസ്രായേൽ നടത്തുന്നത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വല്ലാത്തൊരു ദുരിതക്കയത്തിലാണ് ഗസ. കാരണം അവിടെ അവശേഷിച്ചിരുന്ന ഏക ആശുപത്രിയായ കാമാൽ അദ്വാൻ ഹോസ്പിറ്റലിന് നേരെയും ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അവിടുത്തെ ഹോസ്പിറ്റൽ ഉപകരണങ്ങളൊക്കെ നശിപ്പിച്ചു. അവിടുത്തെ ജീവനക്കാരെയും രോഗികളെയുമൊക്കെ തടവിലാക്കി അവർ അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഓക്സിജൻ സിലിണ്ടർ ധരിച്ചു മാത്രം ശ്വസിച്ചിരുന്ന രോഗികളുടെ ഓക്സിജൻ സിലിണ്ടറൊക്കെ നശിപ്പിച്ചു കളഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ ഗസ വല്ലാത്തൊരു ദുരിതക്കയത്തിലേക്ക് വീണുകൊണ്ടേയിരിക്കുന്നു. അന്താരാഷ്ട്ര സമൂഹം മൗനമായി അത് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നത് മറ്റൊരു വാസ്തവം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരന്തരമായ ബോംബിങ്ങിലും ആക്രമണങ്ങളിലും ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളിലും വല്ലാതെ ദുരിതമനുഭവിക്കുന്ന കുട്ടികൾ, അവർക്കാവശ്യമായ വെള്ളമോ ആഹാരമോ എത്തിക്കുന്നതിന് ഫലസ്തീൻ അതോറിറ്റിക്ക് കഴിയുന്നില്ല. പ്രത്യേകിച്ച് അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ കടുത്ത ഉപരോധമാണ്. അന്താരാഷ്ട്ര സംഘടനകളെയോ സമീപത്തുള്ള അറബ് രാജ്യങ്ങളെയോ ഒക്കെ വസ്ത്രങ്ങളും ആഹാരങ്ങളും വെള്ളങ്ങളും ഇവിടെ എത്തിക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ തടയുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ലഭിക്കാതെ മരിച്ചു വീഴുന്ന കുട്ടികൾ നൂറുകണക്കിനുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അതുപോലെ ഗസ കടുത്ത തണുപ്പിലേക്ക്, ശൈത്യത്തിലേക്ക് വഴുതി മാറുകയാണ്. അത് പ്രതിരോധിക്കാനുള്ള കമ്പിളി പുതപ്പുകളും അതുപോലുള്ള മറ്റുത്പന്നങ്ങൾ ലഭിക്കാത്തതിൻ്റെ പേരിലും ഒരുപാട് കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് എന്ന വാർത്തയും ഫലസ്തീൻ അതോറിറ്റിയും WHO ഒക്കെ പുറത്തുവിടുമ്പോൾ ഗസയുടെ ദുരിത അവസ്ഥയുടെ ഒരു ഏകദേശ രൂപം നമുക്ക് മനസ്സിലാകുന്നതാണ്. പക്ഷേ ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ ആത്മാഭിമാനത്തിലൂന്നി ഒരു രാജ്യം നടത്തുന്ന പോരാട്ടങ്ങൾ അത് വിജയത്തിലെത്തിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം ഇസ്രായേൽ മിക്കപ്പോഴും ലക്ഷ്യമാക്കുന്നത് ഇത്തരം ആശുപത്രികളാണ്. കുട്ടികളെ പാർപ്പിക്കുന്ന, പ്രത്യേകിച്ച് മാസം തികയാതെ കുട്ടികൾ ജനിച്ചു വീഴുന്ന ഹോസ്പിറ്റലുകൾ വരെ ആക്രമണത്തിനിരയാകുന്നുണ്ട്. ആ കുട്ടികൾ ജനിച്ച് നാളെ ഫലസ്തീൻ്റെ മോചന പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കരുത് എന്ന ഒരു ദുരുദ്ദേശത്തോടുകൂടി തന്നെയാണ് ഇസ്രായേൽ അത്തരം പോരാട്ടങ്ങൾ, ഹോസ്പിറ്റലുകൾ ലക്ഷ്യമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തുന്നതെന്നാണ് ഫലസ്തീൻ വിമോചകരുടെയൊക്കെ ഒരു ആരോപണം. അത് ഏകദേശം സത്യവും തന്നെയാണ്. കാരണം അത്രത്തോളം കണ്ണിങ് ആയിട്ടാണ് ഇസ്രായേൽ ഹോസ്പിറ്റലുകൾക്കും ദുരിതാശ്വാസ കേന്ദ്രങ്ങൾക്കും നേരെയൊക്കെ ആക്രമണം നടത്തുന്നത് എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മറ്റൊന്ന്, യമന് $50 കോടി സഹായം സൗദി അനുവദിച്ചു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് യമൻ, ഇസ്രായേലിൻ്റെ യുദ്ധത്തിൽ തകർന്നുപോയ യമൻ്റെ ബാങ്കിങ് സ്ട്രക്ചർ അത് ഒന്ന് വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് തൊട്ടടുത്തുള്ള അറബ് രാജ്യമായ സൗദി ഇത്തരമൊരു സഹായം നൽകുന്നതാണ്. നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ സൗദിയും യമനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അത് ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടുകയും സൗദിയും ഇറാനും മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളും കൂടുതൽ സൗഹൃദത്തിലേക്ക് പോകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുകയും ചെയ്യുകയാണ്. അതാണ് സൗദിയിൽ നിന്ന് ഇത്തരമൊരു സഹായം ഉണ്ടാകുന്നതിന് കാരണമായിട്ടാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമുണ്ട്. ഫലസ്തീൻ മിക്കപ്പോഴും ഈ ഇസ്രായേലിൻ്റെ യുദ്ധത്തിലൊക്കെ വല്ലാതെ തകർന്നു പോകും. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇസ്രായേലിൻ്റെ കുടിയേറ്റങ്ങൾ ഫലസ്തീനിൽ നേരെ ഉണ്ടാകും, ഗസയ്ക്ക് നേരെ ഉണ്ടാകും. മിക്കപ്പോഴും ക്രൂരമായ ബോംബിങ് അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ കടന്നുകയറ്റമൊക്കെ ഗസയിലെ ആവാസ വ്യവസ്ഥയെ ആകെ താറുമാറാക്കും. അവരുടെ കെട്ടിടങ്ങളൊക്കെ ഇസ്രായേൽ ബോംബ് ചെയ്ത് തകർത്ത് കളയും. പക്ഷേ അവരെ സഹായിച്ചു നിർത്തുന്നത് മിക്കപ്പോഴും സമീപത്തുള്ള സമ്പന്നരായ അറബ് രാജ്യങ്ങളാണ് എന്നൊരു സത്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന സമീപസ്ഥരായ അറബ് രാജ്യങ്ങളുടെ കരുത്തിലാണ് മിക്കപ്പോഴും ഇസ്രായേൽ എന്ന് പറയുന്ന സയനിസ്റ്റ് രാജ്യം ചവിട്ടി മതിച്ചു പോകുന്ന ഗസ അല്ലെങ്കിൽ ഫലസ്തീൻ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു അത്യാധുനിക നഗരത്തിൻ്റെ പ്രൗഢഗംഭീരതയിലാണ് ഗസയിലെ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ. ഗസയിലെ ആളുകളൊക്കെ ഫ്ലാറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസ്കാരങ്ങൾ ജീവിക്കുന്ന ആളുകളാണ്. മിക്കപ്പോഴും ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളിൽ അവിടുത്തെ പാർപ്പിട വ്യവസ്ഥയും അതും ആകമാനം തകർന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അത് ഒക്കെ പുനർജീവിപ്പിക്കുന്നത് അടുത്തുള്ള സമ്പന്നരായ ഗൾഫ് രാജ്യങ്ങളുടെ സഹായത്തിലാണ്. ഞാൻ പറയുന്നതിന് കാരണം ചിലപ്പോഴൊക്കെ അത്തരം രാജ്യങ്ങൾക്കെതിരെയൊക്കെ നിങ്ങളുടെ ചില കമൻറ്റുകൾ വിമർശനങ്ങളായി വരാറുണ്ട്. പക്ഷേ അത്തരം രാജ്യങ്ങൾ ഇത്തരം രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സാമ്പത്തിക സ്രോതസ്സ് അത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അത്തരം രാജ്യങ്ങൾ നിലനിൽക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസവും എൻ്റെ പ്രാർത്ഥനയും. മറ്റൊന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, ചൈനയിൽ ഇറാൻ്റെ
വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി എത്തിയിട്ടുണ്ട് എന്നതാണ്. അദ്ദേഹം അവിടെ ചർച്ചകളുമായി മുന്നോട്ട് പോവുകയാണ്. ടെഹ്റാനും മോസ്കോയും തമ്മിലുള്ള പുതിയ ഒരു നയതന്ത്ര ബന്ധം ദൃഢമാകുന്നതിൻ്റെ സൂചനകൾ വരികയാണ്. പശ്ചിമേഷ്യയിൽ ഒരുപക്ഷേ രാഷ്ട്രീയ സമവാക്യങ്ങൾ, ശാക്തിക സമവാക്യങ്ങളൊക്കെ മാറും എന്ന രീതിയിൽ തന്നെയാണ് ഇത്തരം ചർച്ചകൾ മുന്നോട്ട് വരുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.